2025 ഏപ്രിൽ മാസത്തിൽ US ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട് ചില നല്ല വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. കോടതികളിൽ നിന്നാണ് കുടിയേറ്റക്കാർക്ക് ഈ അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. വെനസ്വേലയിൽ നിന്ന് US-ലെത്തിയ ആളുകൾക്ക് ഇത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. വെനസ്വേലയിൽ നിന്നുള്ളവരെ പെട്ടെന്ന് തിരിച്ചയക്കാൻ 1798 ഏലിയൻ എനിമീസ് ആക്ട് ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. 1798 ഏലിയൻ എനിമീസ് ആക്ട് എന്ന നിയമം ഉപയോഗിച്ച് അവരെ ന്യായമായ അവസരം നൽകാതെ തിരിച്ചയക്കാനാവില്ല. ഈ നിയമം യുദ്ധസമയത്തോ അല്ലെങ്കിൽ US ആക്രമിക്കപ്പെട്ടാലോ ശത്രുക്കളെ വേഗത്തിൽ നീക്കം ചെയ്യാൻ ഉണ്ടാക്കിയതാണ്. സാധാരണ നിയമ നടപടികൾ ഇല്ലാതെ ആളുകളെ പുറത്താക്കാൻ ഇത് ഉപയോഗിച്ചിരുന്നു. ജഡ്ജി ബോബർഗാണ് വെനസ്വേലക്കാരെ ഈ നിയമം ഉപയോഗിച്ച് പുറത്താക്കുന്നത് നിയമപരമല്ലെന്ന് ആദ്യമായി പറഞ്ഞത്. പിന്നീട് മറ്റൊരു മേൽക്കോടതിയും ജഡ്ജി ബോബർഗിന്റെ വാദത്തോട് യോജിച്ചു. ഈ മേൽക്കോടതിയിൽ റിപ്പബ്ലിക്കൻ പ്രസിഡന്റുമാർ നിയമിച്ച ജഡ്ജിമാരും ഒരു ഡെമോക്രാറ്റ് നിയമിച്ച ജഡ്ജിയും ഉണ്ടായിരുന്നു. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ സൈന്യം ഉപയോഗിച്ച് ആക്രമിക്കുമ്പോഴാണ് അധിനിവേശം ഉണ്ടാകുന്നതെന്നും അല്ലാതെ ആളുകൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറുന്നതിനല്ലെന്നും അവർ വ്യക്തമാക്കുകയായിരുന്നു. അതിനാൽ വെനസ്വേലയിൽ നിന്ന് വന്നവരെ യുദ്ധസമയത്തെ ശത്രുക്കളെ പോലെ കണക്കാക്കാൻ കഴിയില്ല. അവർക്ക് ന്യായമായ നിയമ നടപടികൾക്ക് അവകാശമുണ്ടെന്നും കോടതി പറഞ്ഞു. എന്നാൽ ഈ കേസ് ആദ്യം പരിഗണിച്ച കോടതിക്ക് അതിനുള്ള അധികാരമുണ്ടോ എന്ന കാര്യത്തിൽ ഒരു ജഡ്ജിക്ക് എതിർപ്പുണ്ടായിരുന്നു. വെനസ്വേലയിൽ നിന്നുള്ളവരെ ടെക്സസിലാണ് തടവിൽ വെച്ചിരുന്നത്. അതിനാൽ കേസ് ടെക്സസിലെ കോടതിയിൽ ഫയൽ ചെയ്യണമായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. അതിനാൽ ഏത് കോടതിയാണ് ഈ കേസ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന ചോദ്യം വീണ്ടും കീഴ്ക്കോടതികൾക്ക് വിട്ടു. അതേസമയം US-ലേക്ക് താൽക്കാലികമായി ആളുകളെ കൊണ്ടുവരുന്ന ചില പ്രോഗ്രാമുകൾക്ക് തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. പരോൾ പ്രോഗ്രാംസ് എന്നാണ് ഈ പദ്ധതികൾ അറിയപ്പെടുന്നത്. ഈ പ്രോഗ്രാമുകൾ കുടുംബങ്ങളെ ഒന്നിപ്പിക്കാനും യുദ്ധം കാരണം യുക്രൈനിൽ നിന്നുള്ളവരെ സംരക്ഷിക്കാനും വെനസ്വേല, ഹെയ്ത്തി, ക്യൂബ, നിക്കരാഗ്വ എന്നിവിടങ്ങളിൽ നിന്നുള്ള അപകടകരമായ സാഹചര്യങ്ങളിലുള്ള ആളുകളെ സഹായിക്കാനും ഉദ്ദേശിച്ചുള്ളതാണ്. എന്നാൽ ഈ പ്രോഗ്രാമുകൾക്കെതിരെയാണ് ഗവൺമെന്റ് നിലപാട് എടുക്കുന്നതായി കാണുന്നത്. മറ്റൊരു ആശങ്കയുണർത്തുന്ന കാര്യം രാഷ്ട്രീയപരമായ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളുടെയും US-ൽ സ്ഥിരമായി താമസിക്കുന്നവരുടെയും വിസയും ഗ്രീൻ കാർഡും റദ്ദാക്കാൻ സർക്കാർ ശ്രമിക്കുന്നു എന്നതാണ്. ഏലിയൻ എനിമീസ് ആക്ട് ഉപയോഗിച്ച് വിദേശ നയത്തിന്റെ ഭാഗമായിട്ടാണ് ഇവരെ പുറത്താക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇത് ആളുകൾക്കിടയിൽ അവരുടെ നിയമപരമായ സ്ഥിതിയെക്കുറിച്ച് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. വേറൊരു വിഷയത്തിൽ US ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ആളുകളുടെ ജെൻഡറിനെ കുറിച്ചുള്ള ഒരു പുതിയ നിയമം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2025 ഏപ്രിൽ 2 മുതൽ USCIS 2 ജൈവിക ജെൻഡറുകൾ മാത്രമേ അംഗീകരിക്കൂ, അതായത് ആൺ പെൺ ജെൻഡറുകൾ. ഈ പുതിയ നിയമം പുതിയതും നിലവിലുള്ളതുമായ എല്ലാ ഇമിഗ്രേഷൻ അപേക്ഷകൾക്കും ബാധകമാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയിൽ ജോലി ചെയ്യുന്ന ട്രിഷ മക്ലാഗിൻ പറയുന്നതനുസരിച്ച് ഈ നയം സാമാന്യ ബുദ്ധിയെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നാണ്. അതായത് എല്ലാവർക്കും അറിയാവുന്നതും അംഗീകരിക്കാൻ കഴിയുന്നതുമായ കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു നയമാണിത്. USCIS ഒരു വ്യക്തിയുടെ ജെൻഡർ തീരുമാനിക്കുന്നത് അവർ ജനിച്ചപ്പോൾ നൽകിയ ജനന സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ജനന സർട്ടിഫിക്കറ്റിൽ ആൺ അല്ലെങ്കിൽ പെൺ എന്ന് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ USCIS മറ്റ് തെളിവുകൾ ഉപയോഗിച്ച് തീരുമാനമെടുക്കും. USCIS ആരെയും അവരുടെ അപേക്ഷ തെറ്റായി പൂരിപ്പിച്ചു എന്ന കാരണത്താൽ ഉടൻ തന്നെ നിരസിക്കില്ല. പക്ഷേ ഔദ്യോഗിക രേഖകളിൽ ജനന സർട്ടിഫിക്കറ്റിലുള്ള ജെൻഡർ മാത്രമേ രേഖപ്പെടുത്തൂ. ആരെങ്കിലും അവരുടെ ജെൻഡർ രേഖപ്പെടുത്താതിരിക്കുകയോ അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റിലുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി രേഖപ്പെടുത്തുകയോ ചെയ്താൽ അവരുടെ അപേക്ഷയുടെ നടപടികൾ വൈകാൻ സാധ്യതയുണ്ട്. USCIS സാധാരണയായി ജനന സർട്ടിഫിക്കറ്റ് പോലുള്ള ഒറിജിനൽ രേഖകളാണ് ആവശ്യപ്പെടുന്നത്. ആർക്കെങ്കിലും അത് ലഭ്യമല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ലഭ്യമല്ലാത്തതെന്ന് വിശദീകരിക്കണം. അതിനുശേഷം ആ രേഖയ്ക്ക് പകരമായി മറ്റ് തെളിവുകൾ നൽകണം. ഉദാഹരണത്തിന് ജനന സർട്ടിഫിക്കറ്റ് ലഭ്യമല്ലെങ്കിൽ സ്നാന സർട്ടിഫിക്കറ്റ് ഒരു സെക്കൻഡറി എവിഡൻസ് ആയി ഉപയോഗിക്കാം. USCIS-ന്റെ ഈ പുതിയ നിയമം അനുസരിച്ച് ഇമിഗ്രേഷൻ അപേക്ഷകളിൽ ആൺ പെൺ എന്നീ 2 ലിംഗങ്ങൾ മാത്രമേ ഉണ്ടാകൂ. ജനന സർട്ടിഫിക്കറ്റാണ് ഇതിന് പ്രധാന രേഖയായി കണക്കാക്കുന്നത്. ജനന സർട്ടിഫിക്കറ്റിൽ ലിംഗം രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ മറ്റ് രേഖകൾ പരിഗണിക്കും. ഈ നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. ഈ മാറ്റങ്ങൾ ചില ആളുകൾക്ക് ഗുണകരമാകുമ്പോൾ മറ്റു ചിലർക്ക് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. രാഷ്ട്രീയപരമായ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവരുടെ വിസ റദ്ദാക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള നീക്കമായി പലരും വിലയിരുത്തുന്നുണ്ട്. അതുപോലെ ജെൻഡർ നിർണയത്തിലെ പുതിയ നിയമം ട്രാൻസ്ജെൻഡർ വ്യക്തികളെ പ്രതികൂലമായി ബാധിക്കുമെന്നും വിമർശനമുണ്ട്. ഏകദേശം 200 വർഷം പഴക്കമുള്ള ഒരു നിയമം കുടിയേറ്റക്കാരെ തിരിച്ചയക്കാൻ ഉപയോഗിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യം പല നിയമവിദഗ്ധരും ഉന്നയിക്കുന്നുണ്ട്. ഈ നിയമം യുദ്ധകാലത്ത് ശത്രുക്കളെ കൈകാര്യം ചെയ്യാൻ ഉണ്ടാക്കിയതാണ്. അതിനാൽ ഇത് സാധാരണ കുടിയേറ്റക്കാർക്കെതിരെ ഉപയോഗിക്കുന്നത് നീതിക്ക് നിരക്കുന്നതല്ലെന്നും വാദമുണ്ട്. ഇമിഗ്രേഷൻ നിയമങ്ങളിലെ ഈ മാറ്റങ്ങൾ US സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഓരോ നിയമവും എങ്ങനെ നടപ്പാക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇതിന്റെ ഭാവി.